വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട്. എന്റെ സുഹൃത്തുക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട സർക്കാർ 100 ദിനം തികച്ചിരിക്കുകയാണ്. 100 ദിനം. 100ാം ദിനത്തിലേക്കാണ് നമ്മൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വി.ഡി. സതീശൻ സർക്കാരിന്റെ 100ാം ദിനം. 100 ദിവസത്തിനുള്ളിൽ എന്തൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുമ്പോൾ വെറുതെ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. 64 റുപ്യ ഉള്ളൂടാ. 64 പഞ്ചാരപ്പാത്രത്തിൽ പാഞ്ഞങ്ങ് കേറണ്ട, കൈ പൊള്ളും കീസും കീറും. നല്ലോണം ആലോചിച്ച് വായിച്ചു. ഒരാഴ്ച മുന്നേ 54 റുപ്യാണ്, അതാണ് ഇപ്പൊ 10 റുപ്യ കൂടിയിരിക്കുന്നത്. കോൺഗ്രസിന് കുത്തല്ലാത്തക്കാരെ ശവന്തൂക്കികളാണ്. കോൺഗ്രസ് വന്നാൽ നാട് നരകമാകും. ശരി, ഇതേതോ കമ്മിക്കൂട്ടങ്ങൾ, ഇതേതോ കമ്മ്യൂണിസ്റ്റ് കൂട്ടങ്ങൾ ആളുകളെ പറ്റിക്കാൻ വേണ്ടി പറയുന്നതാണെന്നേ. 64 രൂപയാന്നൊക്കെ. ഛേ, എന്തൊരു മോശം വർത്തമാനാണ്. ഞാൻ 75 രൂപയ്ക്കാണല്ലോ വാങ്ങിച്ചത്. അപ്പൊ 64 രൂപ എന്ന് ഇവർ പറയുന്നത് തെറ്റല്ലേ? ഞാൻ 75 രൂപയ്ക്കാണ് വാങ്ങിച്ചത്. ശരിയല്ല. ഇങ്ങനെ നുണ പറയരുത് എന്റെ പ്രിയപ്പെട്ട കമ്മിക്കൂട്ടങ്ങളെ. നിങ്ങൾ നുണ പറയരുത്. വെറുതെ ഇദ്ദേഹം അധികാരത്തിൽ വന്നതിന് ശേഷം ഇദ്ദേഹം നുണ മാത്രമേ പറയുന്നുള്ളൂ എന്നാ പറയുന്നേ. ശരി, ഞാനൊരു ഏഷ്യാനെറ്റിന്റെ വീഡിയോ കാണിച്ചു തരാമേ. ഇന്ന് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത്, ഇന്ന് കയറ്റുമതി ചെയ്യുന്ന സാധനത്തിൽ 2 സ്ഥാപനങ്ങളുടെ നിലമേൽ എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെയും ആസ്തൻ വാളിന്റെയും സ്ഥാപനം നിങ്ങൾ മറക്കരുത്. നിലമേൽ എന്ന് പറയുന്ന സ്ഥാപനം ഇന്ന് എന്തോ കയറ്റുമതി ചെയ്യുന്നുണ്ട് വിദേശ രാജ്യത്തേക്ക്. എന്തായിരിക്കും അത്? അന്വേഷിച്ചറിയാം. കേൾക്കൂ, നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറയുന്നുണ്ട് അത് എന്താണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. കേൾക്കണേ. ഫുഡ് പ്രോഡക്ട്സ് പോയാൽ എന്തൊക്കെ ഉണ്ടെന്നറിയാം. ഇന്ന് പോകുന്നതിൽ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ട്. വാവ്. ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതിൽ ഇലയടയുണ്ട്. ഇഡലി സാമ്പാർ ഇലയട അല്ലേ? അടിപൊളി. വൈകുന്നേരമൊക്കെ ഒരു ഇലയടയും ഒരു കട്ടൻ ചായയും കിട്ടിയ വാവ് 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 വാവ്, പൊളി അല്ലേ? ഇനി പറഞ്ഞത് സത്യമാണോടോ ഇവേ? മാധ്യമങ്ങൾ തന്നെ അത് അന്വേഷിക്കുന്നുണ്ടെന്നേ. 100ാം ദിവസമല്ലേ? നമുക്കൊന്ന് അന്വേഷിച്ചളയാം. സത്യമാണോ ചേട്ടാ? വിഴിഞ്ഞത്ത് നിന്ന് ആദ്യമായി കപ്പലിൽ കയറ്റി അയച്ച കണ്ടെയ്നറിൽ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അങ്ങനെ പറഞ്ഞതൊക്കെ ഇപ്പൊ ആകെപ്പാടെ പ്രശ്നമായിരിക്കണത്. സോഷ്യൽ മീഡിയയിൽ ആകെ ട്രോൾ മഴയാണ് കേട്ടോ. മുഖ്യമന്ത്രി പറഞ്ഞതേ ശരിയല്ല. ഇഡ്ഡലിയും സാമ്പാറും ഇല്ലെന്ന് ഈ ഭക്ഷ്യ സാധനം കയറ്റി അയച്ച നിലമേൽ എക്സ്പോർട്ടേഴ്സ് മാതൃഭൂമി ന്യൂസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്താണ് പറഞ്ഞു നോക്കാം. കയറ്റി വെച്ചിരിക്കുന്നത് എന്തൊക്കെ പ്രോഡക്ട്സ് ആണ്? ഇപ്പൊ ജാക്ക് ഫ്രൂട്ട് ബേസ്ഡ് പ്രോഡക്ട്സ്, ബനാന ബേസ്ഡ് പ്രോഡക്ട്സ്. അതിനകത്ത് തന്നെ ഈ ഭൗമസൂചിക പട്ടികയിലുള്ള ജിയോഗ്രാഫിക്കലി ടാഗ്ഡ് ആയിട്ടുള്ള മറയൂർ ജാഗറി എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഉണ്ട്. അതായത് മുഖ്യമന്ത്രി പറഞ്ഞതല്ല, ഇഡലി സാമ്പാറുമല്ല ഇലയുടെയുമല്ല, ഡ്രൈ ഫുഡാണ്, ഉണക്കിയ ഭക്ഷണ സാധനങ്ങളാണ് ലോഡിലുണ്ടായിരുന്നത്. ഇവിടെ ഒരു അബദ്ധം പറ്റിപ്പോയതാണ്. അപ്പോഴത്തേനും നിങ്ങൾ എന്തിനാണ് ചാനലുകാരെ ഇതിന്റെ യാഥാർത്ഥ്യം തപ്പി നടക്കുന്നത്? പറഞ്ഞു പോകുന്നതിനിടയ്ക്ക് ഒരു ഇഡ്ഡലി സാമ്പാർ ചെറിയൊരു തള്ള് അല്ലേ? രസമല്ലയോ? ഒരു പ്രസംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരല്പം എരിവും പുളിയൊക്കെ വേണ്ടേ? അതിന്റെ ഭാഗമായിട്ട് തള്ളിയതാ. അത് അപ്പോഴത്തേനും ഇവര് പോയിട്ട് ഗംഭീരമായിട്ട് എന്ത് ചെയ്യുന്നു? അതാണ്ട് പൊളിച്ചടക്കുന്നു. ശരിയല്ല. ഈ പരിപാടി നിർത്തണം. ഇനിയിപ്പോ ഒരു സാധനം കൂടി ഉണ്ടല്ലോ. മൂവാറ്റുപുഴ അല്ല, വേറൊരു സംഗതി കൂടി ഉണ്ടായിരുന്നേ. അതെവിടെ എന്നുള്ളത് ഞാൻ അങ്ങ് നോക്കുന്നു കേട്ടോ. അതെവിടെ? കടം കയറി ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുന്ന ഒരു കുടുംബത്തിന്റെ സ്ഥിതിയാണ് സ്റ്റേറ്റിന്റെ സ്ഥിതി. 2 മാസത്തെ ഭരണത്തിനിടയിൽ വി.ഡി. സതീശൻ സർക്കാർ കടമെടുത്തത് 14,400 കോടി രൂപയാണ്. സ്റ്റേറ്റ് കടക്കണിയിലേക്ക് എത്തുമ്പോൾ എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഞാൻ ഇതൊക്കെ ഇങ്ങനെ കാണിച്ചിരുന്നത് 100 ദിവസം ആഘോഷിക്കുമ്പോൾ നിങ്ങൾ അറിയണം നമ്മളിപ്പോൾ കഴിഞ്ഞ 100 ദിവസത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഇങ്ങനെയൊക്കെയാണെന്ന്. അല്ലാതെ ചുമ്മാ തള്ളും കേട്ട് കുത്തിരിക്കരുത് കേട്ടോ. കേൾക്കണേ. അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് സൊല്യൂഷൻ? ഡിസംബർ വരെ അനുവദിച്ച കടമെടുപ്പ് പരിധിയുടെ പകുതിയോളം ഇതിനകം തന്നെ വായ്പ എടുത്തു കഴിഞ്ഞു. അവര് ഫെയിൽ ചെയ്ത സ്ഥലത്ത് നമുക്ക് എങ്ങനെ വിജയിക്കാൻ പറ്റും എന്ന് ഞങ്ങൾക്ക് ഓൾട്ടർനേറ്റീവ് പ്ലാൻ ഉണ്ട്. ഓണക്കാലത്തെ ചെലവിനായി 2200 കോടി കടമെടുക്കാൻ സംസ്ഥാന സർക്കാർ. ഓൾട്ടർനേറ്റീവ് പ്ലാൻ ഒലക്കട മൂടാനുള്ളത്. ഇത് മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വേണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ, കണ്ടോളൂ. ദയനീയമായ പരാജയം. കടമെടുക്കാവുന്നതിന്റെ പകുതിയോളം തുക ആദ്യ 4 മാസത്തിലെടുത്തു. ഇന്ത്യയിൽ നമ്പർ 1 ആണ് കേരളം. ഏതിനാണെന്നറിയാം? ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം. സപ്ലൈകോയിൽ സാധനങ്ങൾ എത്തി, സപ്ലൈകോ സ്റ്റോറുകൾ കാലിയല്ല എന്നൊക്കെ എല്ലാവരും പറഞ്ഞ ഒരു ഓണം കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു. അതുപോലെ ഒരു ഓണം ഇക്കുറി വേണം, അതുപോലെ എങ്കിലും ഒരു ഓണം, അതിനേക്കാൾ മികച്ചത് കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അധികാരം
അധികാരത്തിലെത്തിയത്. എന്നിട്ട് ഇപ്പോൾ എന്താണ് കാട്ടിക്കൂട്ടുന്നത്? ഉണ്ടോ? അതിനേക്കാൾ മികച്ചതുണ്ടോ? വേണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ പച്ചക്കറി വിലയൊക്കെ എങ്ങനെയാണെന്ന് ഒന്ന് നമുക്കൊന്ന് അന്വേഷിച്ച് കളയാം. കേട്ടോ? പച്ചക്കറി പലചരക്ക് സാധനങ്ങൾക്കൊക്കെ വില കൂടിയിട്ടുണ്ട്. സ്വാഭാവികമാണ്. ഓണക്കാലമല്ലേ. കിലോ 50 രൂപ ഉണ്ടായിരുന്ന പഞ്ചസാരയ്ക്ക് ഇന്ന് 68 രൂപയാണ്. ഇപ്പോൾ പായസത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി. ശർക്കരയ്ക്ക് 80 രൂപ വരെ ആയിരിക്കുന്നു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഉൾപ്പെടെയുള്ള മസാലപ്പൊടികൾക്കും വില കൂടിയിട്ടുണ്ട്. ഒരാഴ്ച മുൻപ് കിലോ 30 രൂപ ഉണ്ടായിരുന്ന വലിയ ഉള്ളിക്ക് 50 രൂപയായിട്ടുണ്ട്. ഇഞ്ചിക്കും വെളുത്തുള്ളിക്കും ഒക്കെ 200 രൂപ വരെ എത്തിയിരിക്കുന്നു. മതി മതി മതി. വിപണിയില് ഇടപെട്ടിട്ടില്ല എന്ന് മാത്രം നിങ്ങൾ പറയരുത്. വിലക്ക് കൂടും. ഓണമല്ലേ, വില കൂടണമെന്നേ അല്ലയോ? അങ്ങനെ വില കൂടുമ്പോ എന്നാ ഈ മാധ്യമങ്ങൾ പറയുന്നേ VD സതീശൻ മേനോൻ ഗവൺമെന്റ് വിപണിയിൽ ഇടപെടുന്നില്ല എന്ന്? ഇങ്ങനൊക്കെ അയ്യോ കണ്ണിച്ചോറയില്ലാത്ത വർത്തമാനം എന്റെ പ്രിയപ്പെട്ട മാധ്യമങ്ങളെ ഈ ഗവൺമെന്റിനെ കുറിച്ച് നിങ്ങൾ പറയരുത്. നിങ്ങൾക്ക് ഈ ഗവൺമെന്റ് ഇഷ്ടമല്ലായിരിക്കാം, VD സതീശൻ മേനോൻ ഗവൺമെന്റിനെ നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരിക്കാം എന്ന് വെച്ച് ഇങ്ങനൊക്കെ കുറ്റം പറയാൻ പാടുന്നുണ്ടോ? ഒരു കാരണവശാലും ഇങ്ങനൊന്നും കുറ്റം പറയരുത്. ഇതൊക്കെ സഹിക്കാവുന്നത് അപ്പുറമാണ്. എന്തിനാണ് ഇങ്ങനെ കുറ്റം പറഞ്ഞ് നിങ്ങൾ എവിടേക്കാണ് ഇതിനെ കൊണ്ടുപോകുന്നത്? വേണമെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു നോക്കൂ. മന്ത്രി ഷംസുദ്ദീൻ രണ്ടാമത് ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്ന സ്കൂളുകളിലാണ്. അവധി ദിവസമാണെങ്കിലും സ്കൂളുകൾ ആഘോഷിക്കും. ഷംസുദ്ദീൻ പറഞ്ഞ എന്താ? ഇത് ഗവർണർ ഞങ്ങളോട് പറഞ്ഞു, അതുകൊണ്ട് അയച്ചതാണ്. ഗവർണറുടെ ഓഫീസിൽ നിന്ന് പറഞ്ഞ എന്താ? ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ പുള്ളി പറഞ്ഞിരിക്കുന്നതിനെ വിശ്വസിക്കണോ? അതിൽ ക്ലാരിറ്റി ഇല്ല സർക്കാരിന്. ഗവർണർ പറഞ്ഞിട്ടാണ് എങ്കിൽ ചീഫ് സെക്രട്ടറിയുടെ കത്തിൽ ഉണ്ടാകേണ്ടത് ഗവർണർ പറഞ്ഞിട്ടാണ്. തീർച്ചയായും ഇല്ലല്ലോ. ഇല്ല. അതിൽ പറഞ്ഞത് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടാണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഈ നുണ പറയുന്നത് എന്നുള്ള ഒരു ചോദ്യം. ഇതൊരു വിഷയം. നമ്മൾ PM ശ്രീയെ പറ്റി സംസാരിക്കുന്നില്ല അല്ലേ? ഇദ്ദേഹം അടക്കം, ഇദ്ദേഹം വേണമെങ്കിൽ നിങ്ങൾക്കൊരു കോൺഗ്രസ്സുകാരനാണെന്ന് പറയാം. സോറി BJPക്കാരാണ്. എന്നിട്ടും അദ്ദേഹം പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യങ്ങളൊക്കെ അതേപോലെ നടപ്പിൽ വരുത്തിക്കാണ് ഇപ്പോൾ കേരളത്തില്. എന്തിനാണ് ഇങ്ങനെ നുണ പറയുന്നത് എന്നാണ് ഈ 100ാം ദിവസം ഇദ്ദേഹം അടക്കമുള്ള ആളുകൾ ഇങ്ങനെ ഇരുന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊന്നും നമുക്ക് അങ്ങോട്ട് തള്ളിക്കളയാൻ പാടുണ്ടോ നമ്മുടെ ഗവൺമെന്റിനെ? ഇല്ല. അത് വേണ്ട. വക്കൊക്കെ അവിടെ കിടക്കട്ടെ, വക്ക് മൂലൊക്കെ അവിടെ കിടക്കട്ടെ. വേറൊരു കാര്യമുണ്ട്. എല്ലാ ആവശ്യങ്ങൾക്കും പണം കൊടുത്ത് വിലക്കയറ്റം നിയന്ത്രിച്ച് കിലോ 50 രൂപ ഉണ്ടായിരുന്ന പഞ്ചസാരയ്ക്ക് ഇന്ന് 68 രൂപയാണ്. ഇപ്പോൾ പായസത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി. ശർക്കരയ്ക്ക് 80 രൂപ വരെ ആയിരിക്കുന്നു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഉൾപ്പെടെയുള്ള മസാല. ഇങ്ങനെ തള്ളു കേട്ടിട്ടും അതൊക്കെ ശരിയാണെന്ന് വിശ്വസിച്ചടക്കുന്ന ആളുകൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടെന്നൊക്കെ പറയുമ്പോഴേ നീ കോൺഗ്രസ്സുകാർക്ക് ഇതൊക്കെ മനസ്സിലായിട്ടുണ്ടോ? ഇത് കേട്ടോക്കി. ഞങ്ങൾ കണ്ട ദിനാക്കളല്ല. പിണറായിനെ താഴെ ഇറക്കി ഞങ്ങൾ കണ്ട കിനാക്കളെല്ലാം. ഞങ്ങളുടെ മൂടായി എന്നുള്ളതാണ്. വേണ്ട ഇനി വിഴിഞ്ഞത്തെ ഇഡലി കഥ ഇനി പറയലേ. ബൈ.